നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഇന്ന് നിഫ്റ്റി നല്ലൊരു ഗ്യാപ്പപ്പിലാണ് ഓപ്പൺ ആക്കിയത്. ഓപ്പൺ ആയതിനു ശേഷം ഇന്ന് ഫിനാൻഷ്യൽ കമ്പനീസിൻ്റെ ഇൻഡസ്ഇൻഡ് ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക് തുടങ്ങിയ ഫിനാൻഷ്യൽ കമ്പനീസിൻ്റെ മോശം പ്രകടനം കാരണം ഇന്ന് ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയും റെഡിൽ അടിച്ചപ്പോൾ നിഫ്റ്റി 80 പോയിന്റ് ഗ്യാപ്പപ്പ് നിലനിർത്താതെ ഏകദേശം ഒരു 30 പോയിന്റ് പ്ലസ്സായും ഫിൻ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും മൈനസായും ക്ലോസ് നടന്നു. ONGC പോലെയുള്ള ക്രൂഡ് കമ്പനീസിൽ വിൻഫോൾ ടാക്സ് കുറച്ചത് കൊണ്ട് ഗെയിൻ രേഖപ്പെടുത്തി. കൂടാതെ തന്നെ സ്റ്റീൽ സെക്ടറിൽ ഗ്ലോബലി സ്റ്റീലിൻ്റെ വില കുറഞ്ഞതുകൊണ്ട് സ്റ്റീൽ സെക്ടറിൽ റാലി രേഖപ്പെടുത്തി. ഒല അതിൻ്റെ നേട്ടം തുടരുന്നുണ്ട്. ക്യാപിൻ പോയിൻ്റ് 12% ഒരു റാലി. പൊതുവേ വലിയ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ മാർക്കറ്റ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ട്. നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. നാളെ ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആണല്ലോ. സ്പോട്ടുള്ളത് 22,922 മേജർ റെസിസ്റ്റൻസ് സോൺ 25,000 ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. ഫിൻ നിഫ്റ്റിയുടെ ഇപ്പോൾ പല ആളുകൾക്കും സംശയമുണ്ട്, എന്താണ് ഈ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ്. ഈ ഡെറിവേറ്റീവിൽ ഈ ഫിൻ നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സ്, അല്ലെങ്കിൽ നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സ്, ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സ്, അത് ഒരു ഇൻഡെക്സ് മാത്രം നിലനിൽക്കുമ്പോൾ തന്നെ ഇതെല്ലാം തന്നെ ഒരു ട്രേഡബിൾ ഇൻസ്ട്രുമെൻറ്റും കൂടിയാണ്. ആളുകൾ നിഫ്റ്റി ഇത്ര അധികം അല്ലെങ്കിൽ ഇത്ര പോയിന്റ് മുകളിലേക്ക് പോകില്ല, ഇത്ര ഇടിയില്ല എന്നുള്ള പെർസ്പെക്റ്റീവിൽ ആളുകൾ സ്പെക്കുലേറ്റ് ചെയ്യാറുണ്ട് ഡെറിവേറ്റീവിൽ. അങ്ങനെ നിഫ്റ്റിയിൽ നടത്തുന്ന ഒരു സ്പെക്കുലേഷൻ്റെ ഒരു ഡേറ്റ കാണിച്ചു തരുന്നതാണ് ഓപ്പൺ ഇൻട്രസ്റ്റ്. അപ്പോൾ അതിൽ റെഡ് കാണുന്നത് നിഫ്റ്റി എത്തിച്ചേരാൻ സാധ്യതയില്ല എന്ന് കരുതുന്ന ലെവലുകളിൽ ആളുകൾ കോൺട്രാക്റ്റ് ഷോർട്ട് ചെയ്താണ്. ഇത് ഓപ്ഷൻ റൈറ്റേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഇത് കാണേണ്ടത്. ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ കാരണം ചില ആളുകൾക്ക് ഇത് ഓപ്പൺ ഇൻട്രസ്റ്റിനെ കുറിച്ച് ഒരു ധാരണ കുറവുണ്ട്, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ വേറൊരു തെറ്റിദ്ധാരണയോടെ കൂടിയുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കേണ്ടത് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന ആളുകളല്ലേ, ഈ സ്വിങ് ചെയ്യുന്ന ആളുകൾ നോക്കേണ്ടതായിട്ടില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. അത് വേണ്ട. ഓപ്ഷൻ ചെയ്യുക ചെയ്യാതിരിക്കാതെ സെക്കൻഡറി, പക്ഷേ ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമാണ്. നിഫ്റ്റിയിൽ ഇന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഹിൻഡൽകോ, ശ്രീറാം ഫിനാൻസ്, BPCL, ടാറ്റ സ്റ്റീൽ, L&T, മൈൻട്രി തുടങ്ങിയ കമ്പനീസാണ്. ടാറ്റ സ്റ്റീൽ ഏറെ നാളത്തെ ഇടിവിന് ശേഷം ഇന്നൊരു 3% ഗെയിൻ രേഖപ്പെടുത്തി. ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് M&M, ബജാജ് ഓട്ടോ, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ആക്സിസ് ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ്. അതായത് ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് M&Mഉം ബജാജ് ഓട്ടോയും ടാറ്റ മോട്ടോഴ്സും ഇടിഞ്ഞു. ബാങ്കിങ് സെക്ടറിൽ നിന്ന് ആക്സിസും ഇൻഡസ്ഇൻഡ് ബാങ്കും ഇടിഞ്ഞു. അപ്പോൾ പൊതുവെ ഇന്ന് ഓട്ടോയും ബാങ്കുമാണ് ഇന്ന് നിഫ്റ്റിനെ താഴേക്ക് ഇട്ടത്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 58,000, ബ്രന്റ് ഓയിൽ അതിന് താഴെ 79, ഗോൾഡ് $2,494 പെർ ഔൺസ്, ഇന്നൊരു $13 ഗോൾഡ് ഇടിഞ്ഞു. ഓസ്ട്രേലിയ, ചൈന, കൊറിയ എല്ലാം തന്നെ നെഗറ്റീവായിരുന്നു. നിക്കി ജപ്പാൻ മാർക്കറ്റ് 2% ഇടിഞ്ഞു. ഡോ ഫ്യൂച്ചർ നെഗറ്റീവായി രീതിയിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ത്യ വിക്സ് 1.46% ഒരു ഫോൾ ഉണ്ടായി 14. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവായ രീതിയിൽ ട്രേഡിങ് തുടരുന്നുണ്ട്. അപ്പോൾ നമുക്ക് FISന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം FIS ഏറെ നാളുകളുടെ സെല്ലിന് ശേഷം കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം 756 കോടി രൂപയുടെ ബൈയിങ് കണ്ടിരുന്നു. പക്ഷേ ഇന്ന് നിഫ്റ്റിയുടെ ഫസ്റ്റ് ഹാഫിൽ നല്ലൊരു ഗ്യാപ്പപ്പ് ഉണ്ടായിരുന്നത് പ്രോഫിറ്റ് ബുക്കിംഗ് പെട്ടെന്ന് കണ്ടിട്ടുണ്ട്. ഇനീഷ്യൽ ടൈമിൽ മാർക്കറ്റിൽ സെൽ ഓഫ് നടത്താറ് FIS ആണ്. ഇന്നത്തെ FISന്റെ ഡേറ്റ ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല. അത് നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. കൂടാതെ തന്നെ IPO, ഡിവിഡൻഡ് തുടങ്ങിയ മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ട്. അത് ചെക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ വെബ്സൈറ്റിൻ്റെയും നമ്മുടെ ടെലിഗ്രാമിൻ്റെയും ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഈ ആഴ്ചയാണ് നമ്മുടെ സ്വിങ്ങിൻ്റെയും ഓപ്ഷൻ്റെയും ഓഫ്ലൈൻ ക്ലാസ് കൊച്ചിയിൽ വെച്ച് നടക്കുന്നത്. കൊച്ചിയിൽ വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനും ഈ 2 കോഴ്സുകളും കുറഞ്ഞ ഫീസിൽ ജോയിൻ ചെയ്യാം. ഫസ്റ്റ് കമൻറ്റിൽ നമ്മുടെ നമ്പർ ഉണ്ട്, അതിൽ ചാറ്റ് ചെയ്ത് ശേഷം നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസും ഫീസും എല്ലാം തന്നെ എടുക്കാൻ സാധിക്കുന്നതാണ്. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. സൊമാറ്റോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. സൊമാറ്റോ ആൻഡ്ഫീൻ എന്ന് പറയുന്ന സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് 13 കോടി ഷെയറുകൾ സെല്ല് ചെയ്യുകയാണ് എന്നുള്ള ന്യൂസ് സൊമാറ്റോയിൽ. മസാഡോണ്ടോക്കും ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്. ICICI സെക്യൂരിറ്റീസ് ഈ 2 കമ്പനീസിനെയും റേറ്റിംഗ് ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. DCM ശ്രീറാം കമ്പനി അവരുടെ പുതിയൊരു പ്ലാന്റ് ഗുജറാത്തിൽ ഓപ്പൺ ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു. സീക്വന്റ് സയൻറ്റിഫിക് കമ്പനി പുതിയ മെഡിസിന് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ അപ്രൂവൽ ലഭിച്ചു. ന്യൂക്ലിയസ് സോഫ്റ്റ്വെയർ കമ്പനി ഇവർ ഷെയർ ബൈബാക്ക് ചെയ്യുകയാണ്. ഓഗസ്റ്റ് 22 ബോർഡ് മീറ്റിങ്ങിനുണ്ട്. അന്നേ ദിവസം അവർ തീരുമാനമെടുക്കും.
മിശ്ര ധാതു നിഗം ലിമിറ്റഡ് കമ്പനി പുതിയ ഓർഡർ കിട്ടി 285 കോടി രൂപയുടെ ഓർഡർ. ONGC കമ്പനി OMGC അല്ല, സോറി, ONGC ആണ്, സ്പെല്ലിംഗ് അവിടെ മാറിയിട്ടുണ്ട്. ONGC കമ്പനി അവരുടെ സബ്സിഡിയറി കമ്പനിക്ക് വിയറ്റ്നാമിൽ നിന്നൊരു ഓർഡർ കിട്ടി. ഹീറോ മോട്ടോ കോർപ്പ് കമ്പനി ബ്രസീലിൽ അവരുടെ പ്രവർത്തനം ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ, അതായത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ മിഡോട് കൂടിയിട്ട് കമ്പനി ആരംഭിക്കും. മറൈൻ ഇലക്ട്രിക്കൽ കമ്പനി മറൈൻ മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഇവർ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. കാനറ ബാങ്കിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഇന്ത്യൻ റേറ്റിംഗ് ഏജൻസി കാനറ ബാങ്കിൻ്റെ റേറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. BPCL കമ്പനി 1.7 ട്രില്യൺ റുപ്പീസാണ് ഇവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് വിത്തിൻ 2 ഇയർ കൊണ്ട് കമ്പനി മുടക്കാനായിട്ട് തീരുമാനമെടുത്തിരിക്കുന്നത്. ജീനസ് പവർ കമ്പനി ഇന്ന് ഒരു അപ്പർ സർക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്പനിക്ക് 3000 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ടായിരുന്നു. IEX കമ്പനിയെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ക്രിസിൽ എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ പവർ ഡിമാൻഡ് നെക്സ്റ്റ് ഒരു 3 to 4 ഇയറിനുള്ളിൽ 6% ഉയരുമെന്നുള്ളതാണ്. IEX എന്ന് പറയുന്നത് ഫിസിക്കൽ ഇലക്ട്രിസിറ്റി എല്ലാം തന്നെ ക്രയവിക്രയം ചെയ്യാനായിട്ട്, ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് എനേബിൾ ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ചാണ് IEX. വിഷ്ണു കെമിക്കൽ കമ്പനി ഇവർ 51 കോടി രൂപ മുടക്കി ജയശ്രീ ഫാർമേനെ പൂർണ്ണമായിട്ടും അക്യൂർ ചെയ്തിട്ടുണ്ട് എന്നുള്ള ന്യൂസാണ് ഉള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീക്കിൽ ഗ്ലോബലി FOMCയുടെ ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് വരുന്നുണ്ട്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത് ഭീകരമായിട്ടുള്ള ഈവൻറ്റുകളൊന്നും തന്നെ ഇല്ല ആസ് ഓഫ് നൗ. നമുക്കറിയാവുന്ന പോലെ തന്നെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ, ഇറാൻ ഇസ്രായേൽ ഇഷ്യൂസ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മധ്യസ്ഥ ചർച്ചകളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രോഗ്രഷനിലും തന്നെ നടക്കുന്നുണ്ട്. അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഗോൾഡിൻ്റെ എല്ലാം തന്നെ വില ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പെർ ഔൺസിന് $2500 ഉയർന്നിട്ടുള്ളത്. $2000 താഴെ ഉണ്ടായിരുന്ന ഗോൾഡാണ്. അപ്പോൾ ഈ ഒരു മിഡിൽ ഈസ്റ്റിൻ്റെ ഇഷ്യൂസൊക്കെ കാരണമാണ് ഗോൾഡ് ഉയർന്നിട്ടുള്ളത്. ഗോൾഡ് ആഭരണം എന്നുള്ളൊരു പർപ്പസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പല ഗവൺമെൻറ്റുകളും ഒരു അസറ്റായിട്ട് ഗോൾഡിനെ അക്യൂർ ചെയ്യുന്നുണ്ട്. അതാണ് പ്രധാനമായിട്ടും ഗോൾഡിന് വില കൂടുന്നത്. അപ്പോൾ ഇനി STB പോലെയുള്ള ഗോൾഡ് നമുക്ക് റിസർവ് ബാങ്കിൻ്റെ അടുത്ത് നിന്നൊക്കെ ബൈ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ബ്രോക്കറിൻ്റെ അടുത്തൊക്കെ ഇന്ന് ബൈ ചെയ്യാം വളരെ സിമ്പിളായിട്ട്. അപ്പോൾ അപ്സ്റ്റോക്കൊക്കെ ഇന്ത്യയിലെ ലീഡിങ് ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. അവരുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ടും STBയും എല്ലാം തന്നെ നമുക്ക് ബൈ ചെയ്യാം. കൂടാതെ തന്നെ ഓപ്ഷൻ ചെയ്യാനും ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനും താരതമ്യേന ചിലവ് കുറവാണ്. ടാറ്റ ഗ്രൂപ്പാണ് അപ്സ്റ്റോക്കിനെ ബാക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ക്ലിക്ക് ചെയ്ത് മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഒക്കെ കൊടുത്തതിന് ശേഷം അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നാളെ രാവിലെ 7:00 കാണാം. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു ഓൾ.